വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഷെറിനെ പറ്റി അറിയാത്തവരാരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് 2009 നവംബർ 7 ചെറുനാട് കേരളത്തെ മൊട്ടാകെ ഞെട്ടിപ്പിച്ച കാർണേജ് വില്ലയിൽ ഭാസ്കരക്കാരനവർ കൊല്ലപ്പെടും. ഒരു മോഷണ ശ്രമത്തിനിടയിൽ പറ്റിയ ഒരു കയ്യബദ്ധമായിട്ടാണ് ഈ കൊലപാതകം ആദ്യമേ എല്ലാവരും കണ്ടത്. അതിന് തക്കതായ കാരണങ്ങൾ ഈ വീട്ടിൽ ഷെറിൻ കാണിച്ചു വെക്കുകയും ചെയ്തു. ഷെറിനും കൂട്ടുകാരും ചേർന്നാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഷെറിൻ എന്ന് പറയുന്നത് ഭാസ്കരക്കാരനവരുടെ ശാരീരികമായ ചില ആവശ്യത അനുഭവിക്കുന്ന ഇളയ മകൻ ബിനു പീറ്ററിൻ്റെ ഭാര്യയാണ്. അപ്പം അമ്മായിയപ്പനെ കൊന്നാണ് ഷെറിൻ ജയിലിലേക്ക് പോകുന്നത്. അന്ന് പോലീസ് എത്തിയപ്പം ആകപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സ്ഥലവും ജനലിൽ കൂടിയാണ് മോഷ്ടാവ് അകത്ത് കിടന്നതും എന്നും ഷെറിൻ്റെ ചില വാക്കുകളും അതുപോലെ ലാപ്ടോപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനം വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവിടുന്ന് മോഷണം പോകുന്നതായിട്ട് വരുത്തി തീർത്തു. പക്ഷെ പോലീസിന് സംശയം തോന്നിയ ഒരു കാരണം ഭാസ്കരക്കാരനവരുടെ വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന കാശ് മോഷണം പോയില്ല. അതുപോലെ തന്നെ പട്ടി ഒച്ചയുണ്ടാക്കിയില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഷെറിൻ എന്ന് പറയുന്ന കേരളത്തിലെ ആൾക്കാർ മൊത്തം മൂക്കത്ത് വിരൽ വെച്ചു ഇങ്ങനെ ഒരു പെണ്ണുണ്ടോ എന്ന് ചോദിച്ച ആ വ്യക്തിയാണ് ഷെറിൻ. ഷെറിൻ അറസ്റ്റ് ചെയ്യുന്നു. ഷെറിൻ്റെ കൂട്ടാളികൾ അറസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. ജീവപര്യന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം എന്നാണ്. ഏതെങ്കിലും കാരണവശാൽ ഗവൺമെൻറ്റിന് ഏതെങ്കിലുമൊക്കെ പരിഗണന കൊടുക്കാം. 14 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടാനുസരണം ചില വ്യക്തികൾക്ക് പരിഗണന കൊടുക്കുകയും ഗവർണറുടെ ഒപ്പും പ്രകാരം പുറത്തു വിടുകയും ചെയ്യാമെന്നാണ് ഒരു നിയമം. അതിന് പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിന് അതിവേഗം ബഹുദൂരമായിരുന്നു ഷെറിൻ്റെ ഈ ജയിൽ കാലാവധി അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുന്നത് പേപ്പറുകൾ അതിവേഗം നീങ്ങി എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. കണ്ണൂർ ഉപദേശ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഡിസംബറിലാണ് കണ്ടോ ശുപാർശ കൊടുത്തത്. ജനുവരി തന്നെ അത് പാസ്സാക്കി മന്ത്രിസഭ അംഗീകാരം കൊടുത്തു. അതുപോലെ തന്നെ എല്ലാ പേപ്പറുകളും പോലീസിൽ നിന്നും എല്ലാ ജയിലിൽ നിന്നും എല്ലാ പേപ്പറുകളും ഷെറിന് അനുകൂലമായി വന്നു എന്നുള്ളതാണ്. ഈ ഷെറിൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ പറയുമ്പോഴേ ആലോചിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ ഷെറിൻ തന്നെയാണ് നല്ല നടപ്പ് പ്രമാണിച്ചാണ് ഷെറിനെ പുറത്തുവിടുന്നത്. മാനസാന്തരം വന്നു, ഷെറിൻ നല്ല വ്യക്തിയായി എന്നാണ് ജയിൽ ഉപദേശ സമിതി ശുപാർശയിൽ പറയുന്നത്. അതുപോലെ പോലീസിൻ്റെ എല്ലാം ശുപാർശ ആ രീതിയിലായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ മന്ത്രിസഭ പെട്ടെന്ന് തീരുമാനം എടുത്തു വരുന്നത്. അപ്പം ഷെറിനെ അനുകൂലമായി ആരൊക്കെയോ ചിന്തിച്ചു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്, സത്യമായ കാര്യമാണ്. പക്ഷെ ഷെറിൻ്റെ കൂടെ ഷെറിൻ ആ കേസിലെ 1-ാം പ്രതിയായിരുന്നു. ഷെറിൻ്റെ കൂട്ടത്തിൽ കിടന്ന ബാക്കി 3 പേരും ജീവപര്യന്തം തടവ് അനുഭവിക്കുമെന്നും പക്ഷെ അവരെ ആരും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതും വേറൊരു സത്യമായിട്ട് അവശേഷിക്കുന്നു. കാരണം ഷെറിന് കിട്ടിയത് സ്ത്രീ എന്ന് പറയുന്ന പരിഗണനയാണ്. സ്ത്രീ എന്ന പദത്തിന് ഒരു കാരണവശാലും ചോദിക്കാത്തൊരു വ്യക്തിയാണ് ഷെറിൻ എന്ന് അന്ന് എല്ലാവരും ഒരു സ്വരത്തിൽ പറഞ്ഞതാണ്. കാരണം അത്രയ്ക്ക് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു അന്ന് നടപ്പിലാക്കിയത്. സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ ഷെറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു പരിഗണന കൊടുത്തു എന്നുള്ളതാണ്. ഈ ഷെറിന് പരിഗണന കൊടുക്കുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് നാളായിട്ട് ഈ പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഈ സ്ത്രീ തടവുകാരിൽ ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയിരിക്കുന്നത് ഈ ഷെറിൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്നുള്ളതാണ് രേഖകൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 500 ദിവസത്തിനടുത്തെങ്കിലും ഷെറിൻ പുറത്തായിരുന്നു. ഈ 14 കൊല്ലത്തിനുള്ളിൽ 500 ദിവസത്തോളം ഏകദേശം 2 കൊല്ലത്തിനടുത്ത് ഷെറിൻ പുറത്തായിരുന്നു എന്നറിയുമ്പോൾ ഷെറിൻ്റെ പിടിപാട് ചില്ലറയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? അതുപോലെ തന്നെ ഈ അവസരത്തിൽ തന്നെ പല പല ജയിലുകളിൽ നല്ല നടപ്പുകൊണ്ടാണ് പല പല ജയിലുകളിൽ സന്ദർശിച്ച വ്യക്തിയാണ് ഷെറിൻ എന്ന് പറയുന്ന വ്യക്തി. ഒരു ജയിലിൽ പോവും,
അവിടെ സഹതടവുകാരുമായിട്ടോ അവിടുത്തെ ജയിലിലെ വ്യക്തികളുമായിട്ടോ ജയിലിലെ അധികാരികളുമായിട്ടോ കശപിശയുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാക്കും. അവിടുന്ന് വേറെ ജയിലിലേക്ക് പോകും. അവിടുന്ന് വേറെ ജയിലിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അവിടുത്തെ അധികാരികൾ പറയും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് വേറെ ജയിലിലേക്ക് വരും. അങ്ങനെ നിരവധി ജയിൽ സന്ദർശിച്ച വ്യക്തിയാണ് ഈ ഷെറിൻ. ആ ഷെറിനാണ് പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നി, നല്ല നടപ്പ്, നല്ല രീതിയിൽ ജയിലിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ കൊടുക്കുന്നതും മന്ത്രിസഭ പുറത്തു വിടുന്നതും. മന്ത്രിസഭ പുറത്തു വിടാൻ ശുപാർശ കൊടുത്തതേ ഉള്ളൂ, ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. എന്നാലും ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഫ്രീ എന്ന് പറയുന്ന പരിഗണന ഷെറിന് കിട്ടി. അതേപോലെ തന്നെ ഈ ജയിൽ ഉപദേശ സമിതി പല ശുപാർശകളും സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് 25 കൊല്ലം ജയിൽ ശിക്ഷ പൂർത്തിയായവർക്ക് എങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വിടണം എന്നുള്ള ശുപാർശ. അതെല്ലാം എടുത്ത് മാറ്റി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന് യാതൊരുവിധ പരിഗണനയും കൊടുത്തിട്ടില്ല. കുറച്ചു നാളായി ശുപാർശ കൊടുത്തിട്ട് പരിഗണനയൊന്നും കൊടുത്തിട്ടില്ല. അത് മാറ്റിവെച്ചു. ഷെറിൻ്റെ മാത്രം എടുത്ത് അത് ഉപദേശ സമിതിയുടെ നിർദ്ദേശം അംഗീകരിക്കുന്നതായിട്ട് മന്ത്രിസഭ തീരുമാനം പാസാക്കുകയും ചെയ്തു. അപ്പം ഇതിനിടയിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ. അതുപോലെ തന്നെ 20 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ച പലരും പല അസുഖങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ജയിൽ ഉപദേശ സമിതിയും ജയിലധികൃതരും പലതവണ മന്ത്രിസഭയോടും സർക്കാരിനോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ പുറത്തു വിടണം, അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അവരുടെ ഒന്നും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്ക് യാതൊരുവിധ താല്പര്യമില്ല. പക്ഷേ ഷെറിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു, നടപ്പിലാക്കുന്നു എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ട ഒരു നല്ലൊരു കാര്യം. ഇപ്പം സ്ത്രീ എന്ന് പറയേണ്ട പരിഗണന കൃത്യമായിട്ട് കൊടുക്കണം എന്ന് തന്നെയാണ്. നമുക്ക് സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഷെറിൻ പുറത്തു പോകാൻ ഇങ്ങനെ പെട്ടെന്ന് കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഞാൻ പരോളിൻ്റെ കാര്യം പറഞ്ഞത്, കേരളത്തിലെ ജയിലുകളിൽ സ്ത്രീ തടവുകാരിൽ ഏറ്റവും കൂടുതൽ പരോൾ അനുവദിച്ച വ്യക്തി ഷെറിനാണെന്ന് ഞാൻ പറഞ്ഞു. പൂർവാശം ഷെറിന് പുറത്തു പോയപ്പം 30 ദിവസത്തെ പരോളാണ് കൊടുത്തത്. പിന്നെയും നീട്ടി കൊടുക്കും 30 ദിവസം കൂടെ, 60 ദിവസം. എങ്ങനെ ആർക്ക് പറ്റും? ഏകദേശം എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തിലിരിക്കുമ്പോഴങ്ങാണ്ട് തോന്നുന്നു പരോള് കൊടുക്കേണ്ടത്. അപ്പം ഷെറിനെ പോലുള്ള ഒരാൾക്ക് അന്നും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. VIP പരിഗണനയാണ് കിട്ടുന്നത്. ഒരു ജയിലിൽ തന്നെ അവിടെ മൊബൈൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് വേറെ ജയിലിലേക്ക് മാറ്റുന്നത്. അപ്പം VIP പരിഗണന ജയിലിലും കിട്ടിയിട്ടുണ്ട്. ജയില് അധികാരികളെയൊന്നും അനുസരിക്കാറില്ലായിരുന്നു. കാരണം സപ്പോർട്ട് വേറെ വലുതാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ജയിലിൽ കിടക്കുമ്പോഴും ഷെറിന് ഒരു VIP പരിഗണന തന്നെ കിട്ടിയിരുന്നു. ഈ ഷെറിൻ എന്ന് പറയുന്ന വ്യക്തി ഭാസ്കരക്കാരനവരുടെ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ കഥകളൊക്കെ നമ്മൾ മറന്നു കാണും. ഷെറിനെ ഭാസ്കരക്കാരനവർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി തൻ്റെ ശാരീരിക അവശത അനുഭവിക്കുന്ന തൻ്റെ മകൻ ബിനു പീറ്റർ, ഇളയ മകൻ ബിനു പീറ്ററിൻ്റെ ഭാര്യയായിട്ടാണ് കൊണ്ടുവരുന്നത്. അവനൊരു അത്താണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഷെറിനെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഷെറിനും ഭർത്താവും കൈക്കുഞ്ഞുമായിട്ട് അമേരിക്കയിൽ പോയി. അവിടെ ഏതോ കടയിൽ മോഷണം ഏതാണ്ട് നടത്തി എന്ന് പറഞ്ഞ പേരിൽ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അവസാനം ഭാസ്കരക്കാരനവർ സാമ്പത്തികമായിട്ട് വളരെ മെച്ചമുള്ള ഒരു ഫാമിലിയായിരുന്നു. കാശിൻ്റെ പുറത്ത് കാശ്, ഭയങ്കര ഒരു പണക്കാരൻ. ഭാര്യ അന്നമ്മയെന്നാണെന്ന് തോന്നുന്നു. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പം അമേരിക്കയിൽ നിന്ന് സ്വദേശത്തേക്ക് വന്നു, ചെറുനാട് താമസമാക്കി. അപ്പോഴാണ് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ ഭാസ്കരക്കാരനവർക്ക് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് വിൽപ്പാത്രത്തിൽ തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം ഇളയ മകനും ഭാര്യ ഷെറിനും കുഞ്ഞിനും അനുകൂലമായി ഇങ്ങനെ പുള്ളി എഴുതി വെച്ചിരുന്നു ഭാസ്കരക്കാരനവർ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കാമുകന്മാരുടെ കൂത്താട്ട്, ഷെറിൻ്റെ വഴിവിട്ട ചില ബന്ധങ്ങൾ ഒക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഷെറിന് യാതൊരു കൂഫലുമില്ല. കാരണവരുടെ മുന്നിൽ കൂടിയായി തൻ്റെ തോന്നിവാസങ്ങൾ. അവസാനം ഭാസ്കരക്കാരനവർ അവസാനം തൻ്റെ സ്വത്തിൻ്റെ അവകാശത്തിൽ നിന്ന് ഷെറിനെ ഒഴിവാക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഷെറിൻ അവസാനം തൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് 2009 നവംബർ 7 അരങ്ങേറിയ ഭാസ്കരക്കാരനവർ പടം.
അങ്ങനെ പല കഥകളും അന്ന് നമ്മളെ സിനിമകളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന കഥകളായിരുന്നു അന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഷെറിനെ പറ്റിയുള്ള പല കഥകളും ഇത് നമ്മൾ തമാശയായിട്ടൊക്കെ എന്ന് പറയും, ഷെറിൻ വരുന്നു എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന കാലം വരെ ഉണ്ടായിരുന്നു എന്ന് പറയും. അത്രയ്ക്ക് ഷെറിനെ പറ്റി പല കഥകളും അന്ന് പ്രചരിച്ചിരുന്നു. അന്ന് ഷെറിൻ എന്ന് പറയുന്ന പേരുള്ള പെൺകുട്ടികൾക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെ ഉണ്ടായി എന്നാണ് നമ്മൾ അന്ന് ഓർക്കുന്നത്. കാര്യം ഷെറിന് കേട്ട് കഴിയുമ്പോൾ ഷെറിനോ നീ പോയി പേര് മാറ്റടി എന്ന് നമ്മൾ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് ഷെറിൻ. പക്ഷെ കാലം മാറിക്കഴിഞ്ഞപ്പോൾ അതിനും പറ്റിയ ആൾക്കാരൊക്കെ ഇപ്പം ഇവിടെ പലതും ഉണ്ടായി. ജോളി വന്നു, ഫുഡത്തായി, അതുപോലെ പിന്നെ കഷായം ഗ്രീഷ്മ വന്നു. അങ്ങനെ പലതും ഈ ഷെറിന് പിന്നാലെ അവതരിപ്പിച്ച പല വ്യക്തികളുമാണ്. അപ്പോൾ ഈ ഷെറിൻ അങ്ങനെ ഈ പസ്കരക്കാരനവരെ മരിക്കുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് VS സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. VS സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അന്ന് ഈ കേസിൽ എടുത്ത ചില നിശ്ചയദാർഢ്യമുണ്ട്. ഇതിൻ്റെ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടായി. അതും പ്രകാരമാണ് പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തുന്നതും ഷെറിൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അറസ്റ്റിലാകുന്നതും ആ കേസ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോവുകയും പെട്ടെന്ന് ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അത് VS സർക്കാരിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പക്ഷെ സർക്കാരുകൾ മാറി, ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരാണ്. പക്ഷെ ആ സമയത്താണ് ഷെറിന് അനുകൂലമായിട്ട് ഒരു നടപടി ഇവിടെ ഉണ്ടാകുന്നത് എന്നതും കാലത്തിൻ്റെ ഒരു മാറ്റമായിട്ട് നമ്മൾ കണ്ടേ പറ്റൂ. എന്തു പറയാൻ അല്ലേ? അന്ന് ഇടതുപക്ഷ സർക്കാരായിരുന്നു, ഇന്ന് ഇടതുപക്ഷ സർക്കാരാണ്. രണ്ട് മന്ത്രിസഭയും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കാലം നമുക്കായിട്ട് കരുതി വെച്ച ചില സന്ദർഭങ്ങളാകാം. ഏതായാലും അന്നത്തെ സർക്കാരിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഷെറിൻ കീഴടങ്ങിയെങ്കിലും ഇന്നത്തെ സർക്കാരിൻ്റെ ചിലരുടെ ചില എന്താ പറയുന്നത് അതിമോഹമോ അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകളോ കൊണ്ട് ഷെറിൻ ഇന്ന് പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഏതായാലും ഈ ശുപാർശയിൽ മന്ത്രിസഭ മാത്രം ശുപാർശ ചെയ്താൽ പോരാ, ഗവർണർ ഒപ്പിടണം. ഗവർണർ ഒപ്പിട്ടാൽ ഷെറിൻ പുറത്തിറങ്ങും. പക്ഷേ ഇത് ഭയങ്കര വിവാദപരമായി മാറി. ഈ ഷെറിനെ പുറത്തിറക്കാൻ വേണ്ടി പല മന്ത്രിമാരും കളിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തുമാത്രം സത്യമാണ് എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇത്രയും ആൾക്കാർ അകത്ത് കിടക്കുമ്പോഴും ദുരിതം അനുഭവിക്കുന്ന പല ആൾക്കാർ 25 കൊല്ലം കഴിഞ്ഞവർ കിടക്കുന്നു. അതുപോലെ ദുരിതം മൂലം അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ ജയിലിൽ കിടപ്പുണ്ട്. അവരെയൊക്കെ പുറത്തു വിടണമെന്നുള്ള ശുപാർശകളുണ്ട്. പലവട്ടം ശുപാർശ ചെയ്തു, അതൊന്നും സ്വീകരിക്കാതെ ഡിസംബറിൽ കൊടുത്ത ശുപാർശ അതിവേഗം ബഹുദൂരം ജനുവരിയിൽ തന്നെ അത് നടപ്പിലാക്കാൻ മന്ത്രിസഭ കാണിച്ച തിടുക്കം നമ്മൾ കാണാതിരുന്നുകൂടാ. ഏതായാലും ഗവർണർ ഒപ്പിടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട അത്യാവശ്യമാണ്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.